ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ചായ കുടിച്ചെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കാരണം ഇപ്പം 11:30 ആയില്ല, എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ശ്രീ ഗണേശൻ ജനിച്ച ദിവസമല്ലേ, അപ്പോൾ നമ്മളെല്ലാവരും ഗണേശൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കുമല്ലേ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഗണേശ ചതുർത്ഥി ആശംസകൾ. ഓക്കെ, അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഞാൻ ഇതുണ്ട് കുളിച്ചു, എല്ലാം റെഡിയായി. ഇനി പൂജയൊക്കെ ചെയ്യണം. പിന്നെ കുറച്ച് 2-3 ചോറും കറികളും, പിന്നെ കുറച്ച് 2-3 ഐറ്റം തോരനും, പിന്നെ പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ വട, പായസം, അങ്ങനെയൊക്കെ ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കണം വിചാരിച്ചു. നൈറ്റ് കഴിഞ്ഞ് വന്നല്ലേ, ഭയങ്കര ടയേർഡാണ്. അപ്പം അതൊക്കെ ഉണ്ടാക്കണം. ഇതുവരെ ഉണ്ടാക്കില്ല. അപ്പോൾ കുളിച്ച് കഴിഞ്ഞ് വന്നു അവിടെ വീഡിയോ എടുക്കുന്നത് ഞാൻ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്ന് പറയുന്നറിയോ, ഇപ്പം നമ്മുടെ ഇവിടുത്തെ റോട്ടിലെല്ലായിടത്തും വലിയ ഗണേശനെ കൊണ്ടുവന്ന് വെച്ചിട്ട് സ്റ്റാച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് പൂജ ചെയ്യും. ഇപ്പോൾ എല്ലായിടത്തും ഞാനിങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എല്ലായിടത്തും ടെൻ്റൊക്കെ കെട്ടി മൈക്ക് സെറ്റൊക്കെ ആക്കിയിട്ട്, പക്ഷേ ഗണേശനൊന്നും ഇനിയും ഇരുത്തിയിട്ടില്ല. അതിപ്പോൾ ഏകദേശം ഒരു 6-7 മണിയാകുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാവും. അപ്പം നമുക്കത് കാണാൻ നല്ല ഭംഗിയാണ്. ലൈറ്റ് സെറ്റിങ്ങും ഗണേശന് വലിയ സ്റ്റാച്ചു കേട്ടോ, ഒത്തിരി ഹൈറ്റൊക്കെയാണ്. എന്നിട്ട് അതിനകത്ത് കുറേ ലൈറ്റ് സെറ്റിങ്ങും പിന്നെ എന്താ കുറേ പൂക്കളൊക്കെ ഇട്ട് ഭയങ്കര അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ എല്ലാ ക്രോസിലും ഉണ്ടാവും. കാരണം ഇവിടെ നമ്മൾ പറയത്തില്ല, ഓരോ സമാജങ്ങളില്ലേ, അപ്പോൾ അവരുടെ കോമ്പറ്റീഷനാണ്. ഇപ്പം മത്സരം, ഞാൻ വെച്ചിരുന്ന സ്റ്റാച്യു മീൻസ് ഗണേശനാണ് നല്ലത്, അങ്ങനെയൊക്കെ ഓരോ കോമ്പറ്റീഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പോകണം. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എല്ലാം ചെയ്ത് ഫ്രീ ആണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തെന്നറിയോ, ഗണേശൻ നമ്മുടെ വിഘ്നേശ്വരൻ തന്നെ. വിഘ്നേശ്വരൻ നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ശ്രീ ഗണേശനല്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ ഒരു തടസ്സം ഉണ്ടാകാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ എന്നാ പറയേണ്ടത് വെച്ചാൽ പിന്നെ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഈ പിന്നെ ഗണേശനെ പൂജയൊക്കെ ചെയ്ത സമയത്ത് ഈ കുമ്പളങ്ങ ഇല്ലേ, കുമ്പളങ്ങയ്ക്കകത്ത് കുറച്ചിങ്ങനെ കട്ടിയിടനകത്ത് പിന്നെ കുറച്ച് കുങ്കുമം, കുറേ കോയിനും വെക്കുവേ. അത് പൊട്ടിക്കുന്ന സമയമാകുമ്പോൾ ഈ പിള്ളേരെല്ലാം കൂടെ ചാടി വീഴും. അവർക്ക് കോയിൻ വേണ്ടേ, കോയിൻ എടുക്കാനായിട്ട്. അപ്പോൾ അതുപോലെ ഞാനൊക്കെ അങ്ങനെയായിരുന്നു ചെറുപ്പത്തിലെ. ഞങ്ങളുടെ ചർച്ചിലെ ഫെസ്റ്റിവലൊക്കെ വരുന്ന സമയമാകുമ്പം നമ്മളെ സ്കൂളിൽ നിന്ന് ഒരു 3 മണിയാകുമ്പോൾ വിടും. അപ്പോൾ അത് കാത്തിരിക്കും 3 മണിയാകുമ്പോൾ പോകാനായിട്ട്. വിട്ട് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, അവിടെ തോരണം ഉണ്ടാക്കും. അന്നൊക്കെ ഈ റെഡിമെയ്ഡ് ഡെക്കറേഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പം നമ്മളിങ്ങനെ കളർ പേപ്പേഴ്സ് ഒക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മളിങ്ങനെ ഈ ചോറും പശ കൊണ്ട് ഇങ്ങനെ ഒട്ടിക്കുമായിരുന്നു. എന്നിട്ട് നമ്മളത് പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം, ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഈ കുപ്പിവളയുടെ ഒക്കെ പീസൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഓടിപ്പോയി എന്നും വൈകുന്നേരം പോയി ആ ഗ്രൗണ്ട് ഫുള്ള് നമ്മൾ അരിച്ചു പെറുക്കുമായിരുന്നു. എന്നിട്ട് നമ്മൾ വള കളിക്കത്തില്ലായിരുന്നു. അതുപോലെയൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേർ ഈ കുമ്പളങ്ങ പൊട്ടിക്കുമ്പോൾ ഓടി വന്ന് ചാടി വീഴുന്നത്. അങ്ങ് വിട്ടിട്ട് ആർക്കാ ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്നതെന്ന് അവരോർക്ക്. എന്നിട്ട് അവർക്ക് ഓരോ ചോക്ലേറ്റ് വാങ്ങാനും അതിനൊക്കെ ആയിട്ട്. അപ്പം എന്താ പറയുന്നത്, ഇതേം വീഡിയോ ഒന്നുമില്ല, ചെറിയ വീഡിയോ ആണ്, ലെങ്തുള്ള വീഡിയോ ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഗണേശ ചതുർത്ഥി ആശംസകൾ. ബൈ, ടേക്ക് കെയർ.